എന്തിട്ട് പരിപാടി മക്കളെ, കാലത്തന്നെ ഒരു പണി കിട്ടണത്. കാലത്തന്നെ സൈക്കിൾ പഞ്ചറാ നോക്കി. എൻ്റെ പമ്പാഞ്ച കേടാ. അപ്പോൾ അത് വേറെ പണി. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒപ്പം കിട്ടിയത്. അങ്ങനെ സമയം വെച്ചാൽ 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 6 എന്നിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വിട്ടു. സൈക്കിൾ കൊണ്ട് പോകാമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ലാന്ന് വീണ്ടും വീട്ടിൽ തിരിച്ചറിയാൻ കഴിയും. പിന്നെ നടന്നു പോയി നോക്കിയപ്പോൾ അവിടെ ആളുണ്ട്. ആളുടെ ഞാൻ ഗൂഗിൾ പേ ഇല്ല, 30 രൂപയുള്ള പറഞ്ഞത്. അങ്ങനെ ക്യാഷൊക്കെ കയ്യിൽ വാങ്ങിച്ചിട്ട് ഇപ്പോൾ സൈക്കിളിൽ തള്ളിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണ നേരം കൊണ്ട് ഇനി എത്ര പഞ്ചർ കിട്ടുകയാണ്. അതൊന്നും അടുത്ത പണി. ഇന്നലെ ഈ മാർക്കറ്റിൽ പോകുമ്പോൾ എന്താണെന്ന് തിരക്കുന്നത് ചോദിച്ചാൽ ഒരു വർഷം ഉണ്ടായിരുന്നില്ല. അമ്മ ഇത് തിരക്കാറുണ്ട്. ഇപ്പോൾ അഞ്ച് പറയുന്നുണ്ട് ഒരാളില്ല. അവിടെ നിന്നില്ല. പൂവിൻ്റെ കച്ചവടമുണ്ട്. മുല്ലപ്പൂവിൻ്റെ പൂവ്, മറ്റേ സാധാ ചെണ്ടുമല്ലിപ്പൂവ്, മുല്ലപ്പൂവ്, റോസാപ്പൂവ്, ഇതൊക്കെ വിൽക്കാതിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. പിന്നെ ഞാവൽപ്പഴത്തിൻ്റെ കണ്ടമാനുണ്ട് കേട്ടോ. എന്തോരം ഞാവൽപ്പഴം ഇങ്ങനെ കുറേ ആൾക്കാർ സഞ്ചിയിൽ കൊടുന്നിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്നുണ്ട്. മൊത്തം വേറെ വണ്ടികളിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ പരിപാടിയുണ്ട്. 500 മീറ്റർ ഉണ്ടാവും അവിടേക്ക് എത്താൻ. അപ്പം അങ്ങോട്ട് എത്താൻ നോക്കണം ഞാൻ അടുത്ത പരിപാടി ഉണ്ടല്ലോ. മുല്ലപ്പൂ 5 വിലയാട്ടോ. മുല്ലപ്പൂ ഇവിടെ മൊത്തം മുല്ലപ്പൂ നോക്കി നോക്കി. റോസാപ്പൂ, മുല്ലപ്പൂ, ചെണ്ടുമല്ലികപ്പൂ, റോസാപ്പൂവാണ് വേണ്ടല്ലോ. അവിടെ തിരികാണിച്ചാൽ കേട്ടാ. ഈ വണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കിയേ. ഞാൻ പഞ്ചറടക്കാൻ വന്ന കാലത്ത് തന്നെ അങ്ങനെ കണ്ട വണ്ടി ഉണ്ട്. സൈക്കിളിൽ തന്നെ പമ്പിൻ്റെ സിസ്റ്റം മൊത്തം, എയറിൻ്റെ സിസ്റ്റം മൊത്തം അതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. നോക്കി റോഡിലാട്ടാ, കടയിലൊന്നുമല്ല, റോഡ് സൈഡിലിരിക്കുന്ന ഒരാളാണ്. ജാതിര സൈഡിൽ സാധനം ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്ന സംഭവം. അങ്ങനെ പഞ്ചറടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും 30 രൂപ പഞ്ചറടക്കാണ്. എന്താ ചെയ്യാല്ലേ, പഞ്ചറിനൊന്നൊരു വിലയില്ല. നോക്കി സംഭവം എന്തായാലും കളറായിട്ട് പഞ്ചറടക്കട്ട ആളെന്തായാലും എനിക്ക് വേണ്ടി പോകാൻ നോക്കാൻ പറ്റുന്നില്ല. കുറേ നേരമായി മക്കളെ ചവിട്ടണ്. എന്താ വെച്ചാലേ ഹൈവേയിലായിരുന്നു ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ചവിട്ടല്ലാണ്ട് വേറെ പരിപാടിയില്ല. എന്ത് ചെയ്യാനാ, നല്ല ചൂടുണ്ട്. ഇല്ലാതെ കാണാനൊന്നുമില്ല. അതാണ് മെയിൻ പ്രശ്നമേ. UP-യിൽ ഞാൻ കണ്ടവിടത്തോളം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കൃഷിയാണ്. ഏറ്റവും കൂടുതൽ എന്തോരം കൃഷി വരി. അതെല്ലാവരും നട്ടപ്പാറ എഴുതുന്നത് പണിയിട്ടുണ്ടാവും. കണ്ടില്ല, എല്ലായിടത്തും കുറേ കൃഷി. കുറേ ഇതേപോലെ കുറേ മരത്തിൻ്റെ അടിയിൽ കുറേ അമ്പലങ്ങളുണ്ടാവും, കുറേ പള്ളി ഉണ്ടാവും. അത് വെറുതെ ആവശ്യമില്ലാണ്ട് വെച്ചുള്ള പോലെ അവിടെ ഇവിടെ കുറേ കാണാൻ. എന്താണാവോ കണ്ടില്ലേ അവിടെ പാടത്ത് പണിയെടുക്കാൻ നോക്കി. 12 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം. നട്ടിച്ച് നേരത്തെ അവിടെ നിന്നിട്ട് പണിയെടുക്കേണ്ടില്ലേ. എന്താ ചെയ്യാല്ലേ. ഇവിടെ പിന്നെ പറഞ്ഞാൽ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും സൈക്കിൾ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സാധനങ്ങൾ നോക്കിയിരുന്നില്ലെങ്കിൽ അപ്പം കൊണ്ടുപോകും കുറേമാർ. ആകെ കുറേമാരാ റോട്ടിലൊക്കെ. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നുമില്ല എന്ന്. ഇവിടെ നിർത്തി നോക്കിയ അപ്പോൾ ഈ മരത്തന്നെ മുകളിൽ നോക്കി ഉണ്ടാകും. ഇവരൊക്കെ ഇരിക്കണം നോക്കി മുകളിൽ സൈലൻ്റായിട്ട് മുകളിലിരിക്കുകയാണ് കണ്ടില്ലേ. അതുകൊണ്ട് ഒക്കെ എടുത്തോണ്ട് പോകും. ഇന്നലെ ഞാൻ കിടന്ന ഗുരുദ്വാരയിൽ ജനൽ തുറന്നിട്ട് കിടന്നത്. അങ്ങനെ രാത്രി കിടന്നപ്പോൾ ഒരു 10 ആയപ്പോൾ അവിടുത്തെ ഒരു മെയിൻ ആളുണ്ട്. മെയിൻ ആളല്ല, അവിടെ മറ്റേ നീലൊക്കെ ഇട്ടിട്ട് വരുന്ന ആളുണ്ട്. ആള് അവിടെ വന്നിട്ട് കിടക്കുക.
അങ്ങനെ ആള് കിടന്നിട്ട് രാവിലെ കഴിഞ്ഞിട്ട് പറയാ ഈ ജനല തുറന്നിട്ടിട്ടാണ് കിടന്നത്, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേണ്ടിയിരുന്ന് ഭാഗ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ തുറന്നിട്ടല്ലോ അവിടെ എടുക്കും, പിന്നെ എങ്ങനെ കിടന്ന് പറഞ്ഞു. അങ്ങനെ പറയാം ഭാഗ്യമുണ്ടെന്നല്ല അത് പോയിട്ടിരുന്നു. ഞാനത് കഴിഞ്ഞാൽ പവർ ബാങ്ക് ക്യാമറ ചാർജറൊക്കെ പുറത്ത് വെച്ചിട്ട് ചാർജ് വെച്ചിട്ട് കിടന്നു. ഭാഗ്യമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക, പോയി കഴിഞ്ഞാൽ അയാളെടുത്തു എന്ന് പറയും അല്ലാണ്ട് വേറെ ഭാഗമൊന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്നില്ല കുരങ്ങ് വരുന്നുള്ളത്. കുരങ്ങന്മാർ ഭയങ്കര പ്രശ്നമാണ്. ചിലയിടത്ത് ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ഒരു 5-10 കൂടി കട്ടടിക്കാൻ അങ്ങോട്ടൊക്കെ ഓർഡറാണ്. എന്താ ചെയ്യുക, അല്ലാത്ത ശല്യമായിണ്ട്. അപ്പോൾ ഈ റോഡും എന്താണെന്ന് വെച്ചാൽ കഴിയണമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചവിട്ടുകൊണ്ടിരിക്കുക. ഇനി റെസ്റ്റ് എടുക്കാനുള്ള പരിപാടി നോക്കാം. അയ്യോ അയ്യോ മറ്റേ ലക്നൗവിലേക്ക് ഇനി എത്ര കിലോമീറ്ററിനാണോ? ഫോണൊന്നും വെച്ചിട്ടില്ലേ, ഫോൺ വെക്കണം. അല്ലല്ലോ അമ്മണി സാൻപൂരിലേക്ക് എത്ര 30 കിലോമീറ്ററാ? 30 ഉണ്ടാവും സാധ്യത കുറവല്ലോ. ഇവിടെ ഈ സൈഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ മറ്റേ കല്ലും അങ്ങനെ എഴുതിണ്ടാവില്ലേ, ഇത് ഫുള്ള് തെറ്റാട്ടാ. ഇവിടെ 30 ഉണ്ട്, ചിലപ്പോൾ അപ്പുറത്ത് എത്തുമ്പോൾ 10 ഉണ്ടാവുള്ളൂ. ഇവർ തെറ്റ് ചെയ്തതാണോ കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിയതാണോ അതേ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അയ്യോ അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. ഇവിടെ ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴും കാരണം റോഡ് സൈഡിൽ മൊത്തം ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടാവും, വളരെ സുഖമായിട്ട് പോവുക. മറ്റേത് ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം ഉണ്ടാവില്ല. ഇത് പക്ഷെ അങ്ങനല്ല കേട്ടാ, ജസ്റ്റ് ഒന്ന് സൈഡാക്കി കഴിഞ്ഞാൽ അപ്പോൾ മരം ഉണ്ടാവും. ഉണ്ടല്ലേ, ഇതൊക്കെ കൃഷിയാണ് കേട്ടോ. കണ്ടാ കേറുമാടം പോലെ കേട്ടിട്ടുണ്ടോ അതിനുള്ളിൽ മുകളിലേക്ക് കുറേ കൃഷികളുണ്ട്. എന്നിട്ടാണ് പലതും പല റേറ്റാണ്. അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. പണ്ടത്തെ ടൈപ്പ് ഹോട്ടലുകളും UP27 ധാബ എല്ലാവരും പണിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കിടക്കണം. കിടക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ല തമിഴല്ലോ അവിടെ. ദേവഗിരി ഇത് കർണാടകയിലുണ്ടല്ലോ ദേവഗിരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട്. ഗുരുദ്വാര ഇട്ടാൽ ഞാൻ അവിടെ കയറി കഴിക്കുക അവിടെ നിന്ന്. ഇപ്പോൾ UP കയറുന്ന ശേഷം ഗുരുദ്വാരയിലൊക്കെ മറ്റേ സാധനങ്ങളാട്ടാ, കടലക്കറി കിട്ടണേ. മറ്റേത് ദാല് ചെറുപയർ. ഇന്നലെ എന്താണെന്നു, ഇന്നലെ കാലത്ത് ഗുരുദ്വാരയിൽ ഉച്ചയ്ക്ക് വന്നപ്പോൾ കടലക്കറി, രാത്രി പോയപ്പോൾ വെണ്ടയ്ക്കപ്പേരി ആയിരുന്നു. അതിന് മുന്നത്തെ ഒരു ദിവസം ഗുരുദ്വാരയിൽ എന്നിട്ട് ചക്കപ്പേരി. എന്താല്ലേ ഓരോനുണ്ട്. ഞാൽപ്പഴത് അല്ല അല്ലേ, ഞാൽപ്പഴം ഓർഡർ എടുത്ത് കഴിക്കാം. ഇഷ്ടമുണ്ട് ഞാൽപ്പഴം കഴിക്കാം. ഒരു രക്ഷയില്ല മക്കളെ, വെയില് എന്ത് ചൂടെന്നാ പറയേ. കുറേ നേരമായി ചവിട്ടിട്ട് ഏറ്റവും ഇവിടെ ഒരു സ്ഥലം കിട്ടി. റോട്ടിൽ കുറച്ച് ഒഴിഞ്ഞു മാറിയിട്ടുള്ള സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മാവോളാണ്. അതിനുള്ളിൽ അവിടെ ഒരു ഹോട്ടലിൽ, പിന്നെ ഇവിടെ ഇങ്ങനെ ക്യാബിനുകളായിട്ട് ഇങ്ങനെ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ട് അപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഒരു കട, അവിടെ ടോയ്ലറ്റ്, ഇവിടെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. അങ്ങനെ ഞാൻ ഹോട്ടലാന്ന് വിചാരിച്ച് ഇവിടെ കിടന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇത് ഹോട്ടലാണ്, പക്ഷേ ഇവിടെ വരുന്നവർക്ക് കള്ളു കുടിക്കുക, ഭക്ഷണം ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി, അങ്ങനത്തെ സെറ്റപ്പാണ്. കണ്ടില്ലേ ഇരുന്ന് കള്ളു കുടിക്കുക. ഞാൻ ഫോണൊക്കെ ചാർജ് വെച്ചിട്ടുണ്ട്, അപ്പോൾ കിടന്ന് ഉറങ്ങാനും പറ്റില്ല, പെട്ടെന്നായി ഫോണിൽ ചാർജിങ് കഴിഞ്ഞു. അങ്ങനെ സമയം എത്ര 2:30 ഉണ്ട്. അയ്യോ വയ്യ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗുരുദ്വാരുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ കോട്ടം കഴിഞ്ഞു എൻ്റെ ഈ ചൂട്ടത്തെ ചവിട്ടിയിട്ട് എന്നിട്ട് ഉപ്പാട് ഇളകി. ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ടൗൺ പോലെ സ്ഥലമുണ്ട്, പക്ഷേ അവിടേക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ ഗുരുദ്വാര കിട്ടലിൽ ഇനി കടങ്ങാവും. അത് വയ്യ. ഇപ്പം നാളെ എനിക്ക് പോകാനുള്ള പരിപാടിയിലാണ് എന്നിട്ട് നിൽക്കണേ. അങ്ങനെയൊന്നും പറയണ്ട. ബൂമർ കിട്ടി ഇവിടുന്ന് കുറേ നാളായി. ബൂമർ കുറേ ബൂമർ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അവിടെ പോയി പുള്ളി നിറച്ച് കുരങ്ങന്മാരാ. കുരങ്ങന്മാരെ 5 കളി ഒരു രക്ഷയില്ല കേട്ടോ. എന്തോരം കുരങ്ങന്മാരാ. സാധനങ്ങൾ ഫോണ വഴി അറിയില്ല. നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എത്തിച്ചിട്ട് ഫോണൊക്കെ എടുത്തിട്ട് പോവുകയാണ് പുള്ളി. എന്താ ചെയ്യാം.
അതന്നെ പരിപാടി. ഇന്നത്തെ ദിവസം ഒരു പരിപാടി ഇല്ല കേട്ടോ. നട്ടപ്പാറ വെയിലത്ത് കൂടെ ഇങ്ങോട്ട് ചവിട്ടുക, അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക തന്നെ. എല്ലായിടത്തും ഞാവൽപ്പഴം ഉണ്ട്. കുറേ ഞാവൽപ്പഴം തിന്നുകയായിരുന്നു. എന്തോരം ഞാവൽപ്പഴം തിന്നു അറിയൂ. അതാണ് കാശോട്ട് കാണിച്ചല്ലാട്ടോ. എന്നാളും ഒരു ദിവസം 20 രൂപയ്ക്ക് ഞാവൽപ്പഴം ഇതിൽ നടന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വേണ്ടില്ല, ഇവിടെ റോഡ് സൈഡിൽ എല്ലായിടത്തും ഞാവൽപ്പഴം ഉണ്ടാവും. അപ്പുറത്ത് നിൽക്കണത് ഉണ്ടോ, ഇത് ഞാവൽപ്പഴ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും. ഓ അല്ല, ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ചാണ്, പക്ഷേ വീണ്ടൊന്നുമില്ല. കുറേ ഞാവൽപ്പഴം ഉണ്ട്, പക്ഷേ കല്ലെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ മേതി കഴിഞ്ഞു. ഇവിടുത്തെ ഇപ്പോൾ അടുത്ത ട്രിപ്പ് പിള്ളേർ വന്നിട്ട് വാരി കൊണ്ടുപോയുള്ളത്. വടിയൊക്കെ എടുക്കുന്നുണ്ട്. ആ ഒന്നും വീണില്ലേ, ബെസ്റ്റ്. ഒരെണ്ണം പോലും വീണില്ല, കഷ്ടപ്പെട്ട്. വലിയ കണ്ണാട ഇപ്പോൾ കുട്ടിയിടുന്നു. ഞാവൽപ്പഴം എറിഞ്ഞ് വീഴ്ത്തുക നട്ടു വെച്ച നേരത്ത്. ഇതെന്തൊന്നും ഇല്ലാത്ത. ആ വീണു 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 കുറച്ച് വീണു. നോക്കിയോ, ഇപ്പോൾ വീണിട്ടുള്ളാട്ടോ. കാരണം ഏരിയ കുറേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ. കറയാന്നുണ്ട് പാൻറ് ഇവിടെ. ഇപ്പോൾ കറയാന്നുണ്ട്. കഴിഞ്ഞ വീണത് നമ്മുടെ വണ്ടി. അവിടെ വണ്ടി എന്ന് വെച്ചാൽ കറക്റ്റ് അളവിനുള്ള വണ്ടി കേട്ടാ. എറിയ ഉണ്ടല്ലോ. ചാണകം എടുക്കുന്നുണ്ട്, ചാണകത്തിൽ പറ്റി വേണമെങ്കിൽ. അമ്മച്ചി അയ്യോ, അത് പോയിന്നോണ്ട് വടി. ഓ ഭാഗ്യമുണ്ട്, കറക്റ്റ് എത്തിക്കുന്നെത്തി. നല്ല ആത്മാർത്ഥമുള്ള വടിയാ. ഓ അമ്മച്ചി. ആ വടി വീഴുന്നുണ്ട്. ഞാൻ വടി പോയി വിചാരിച്ചു. ചിലതൊക്കെ കൊടുക്കുന്നു ഓരോട്ടോ. എന്തായാലും 10 പരിപാടി ഒന്നുമില്ല. ഓരോ ഇരുന്ന് ഓരോന്നൊക്കെ ഉണ്ട് വേണേ. അത് വീണു മക്കളെ, കുറെ വീണു ഇതില്. ഇത് നിന്നിട്ട് എന്തൊക്കെയാണോ വരും അസുഖം. ചാണകമൊക്കെ ഇറങ്ങണേ. തെറ്റിയിട്ട് പോയി ചാണകത്തിലൊക്കെ പോയി കൈയിട്ട് ഇടുന്നു. കഴിഞ്ഞ നല്ല വടി കൈ പിടിച്ച് പോവാല്ലേ നല്ലത്. ഓ ചൂടെടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കും. ആയി 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 എന്താ വീണേ.
മണ്ണുണ്ടായിരുന്നു നന്നായി. ഞാൻ ഒന്നും ചെയ്യാണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ ഇപ്പം ഞാവൽപ്പഴം കിട്ടിയത്. അപ്പം ഞാവൽപ്പഴം തല്ലി വീഴ്ത്തത് തന്നെ. മതിയിട്ട് അത്രയൊക്കെ മതി. വയ്യ അഞ്ഞു വല്ല ലൂസ് മോഷൻ പിടിച്ചു കഴിഞ്ഞാൽ അതാവും പണി. അങ്ങനെ ഒരു ഗുരുദ്വാരെത്തി. അപ്പോൾ അവിടെ കയറിയപ്പോൾ എടുക്കാൻ സ്ഥലം റൂമൊന്നും ഇല്ല എന്ന് പറയണ അവിടെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് ഇട്ട ആൾക്കാർ പുറത്തിറങ്ങുന്ന ചെറിയൊരു സെറ്റപ്പാണ്. ആൾ പറഞ്ഞാൽ അപ്പുറത്തുണ്ടായിരുന്നു അവിടെ റൂമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത്. എന്നിട്ടും റൊട്ടിയും ചെറുപയർ കറി അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചോളുണ്ട്. വേറെ ഭാഗമില്ല, അത് കഴിക്കട്ടെ കേട്ടോ. ഗുരുദ്വാര നോക്കിയിട്ട് കുറച്ച് നേരമായിട്ടാ ഒരു ഗുരുദ്വാര കണ്ടു. അങ്ങനെ അവിടുത്തെ ആൾ പറഞ്ഞു അവിടെ കിടക്കണം, പുറത്ത് കിടക്കേണ്ടി വരും, മഴക്കാല കാരണം അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പറഞ്ഞു. ആൾ പറഞ്ഞു കുറച്ചും കൂടി കൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ ഗുരുദ്വാര ഉണ്ട്, അതിനുള്ള റൂമൊക്കെ ഉണ്ടാവും മിക്കതും, അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. നല്ല മനുഷ്യരായിരുന്നില്ല. ഞാനത് വിശന്നിട്ട് എന്താ പറയുക, വിശന്നിട്ട് കണ്ണു കാണാനും അറിയില്ല. അതേപോലെ അതിൻ്റെ ഞാൻ പോയി ചോദിച്ചു വിശക്കുണ്ടല്ലോണ്ട് ചോദിച്ചു പറഞ്ഞു ആ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ റൊട്ടിയും ചെറുപയർ കറി വീണ്ടും അങ്ങനെ അതൊക്കെ പഠിച്ച വയറ് ഫുള്ളായി. അതുകൊണ്ട് എൻ്റെ സമയത്ത് 4 മണിയാണ്ട് ആവണോണ്ട് കിട്ടാ. 4 മണി ആയിേ പറഞ്ഞ പോലെ ഏകദേശം 4 മണിക്ക് ആവണോ, 4:15. 8 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗുരുദ്വാര ഉണ്ടെന്ന് പറഞ്ഞേ. 8-10 പറഞ്ഞേ. അപ്പോൾ അതിന് കൂടുതലാവുമെന്ന് അറിയില്ല. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി നോക്കാം. എന്നിട്ട് അവിടെ സ്റ്റേ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ UP എന്ന് പറഞ്ഞാൽ കൃഷിയുടെ ഫുൾ പരിപാടി പറഞ്ഞില്ലേ. നിങ്ങൾ നോക്കിയാൽ എല്ലായിടത്തും കൃഷിയാ കണ്ടില്ലേ. ഫുള്ള് കൃഷി 5 കളി നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ പോണ പോലത്തെ ഫീൽ കണ്ട. അയ്യോ അപ്പുറത്തെ സൈഡ് മൊത്തം കണ്ടാട്ടാ കണ്ടില്ലേ. എത്ര ദൂരമായി നിറഞ്ഞു തുടങ്ങിയിട്ട്. നല്ല സെന്റ് കാണുമ്പോ അയ്യോ നെല്ലന്നെ ആവൂലേ. ഗോതമ്പ് ആവാൻ സാധ്യത കുറവാന്ന് തോന്നുന്നുണ്ട്. അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ഗാവുകളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗാവുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോന്നറിയില്ല. കണ്ട തേക്കിൽ ഇഷ്ടം കൊണ്ടുണ്ടാക്കുക ഫുള്ള്. അതുകൊണ്ട് പുറമൊക്കെ അതേപോലെ ഇടും, തേക്കില്ല. അങ്ങനെ ഒരു 19 വീടുകൾ ഒപ്പം ഉണ്ടാവും. ഇതൊക്കെ അതേപോലെ ആവും. കാണാൻ രസാ. അയ്യോ ലക്നൗ, അയോധ്യ, ഷാജഹാൻപൂർ. ഇവരെന്താണോ എല്ലാത്തിൻ്റെ അവസാനം ഇങ്ങനെ വെക്കണോ പോലെ കണ്ടില്ലേ. അയോധ്യ, ലക്നൗ ഒക്കെ റൂട്ട് തന്നെയാണല്ലോ. അയ്യോ അപ്പോൾ നമുക്ക് പണിയാവില്ല. നമ്മളിഞ്ഞ് ടൗണിൽ സിറ്റിയിൽ കയറേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഗുരുദ്വാര സിറ്റിയിൽ ഉള്ളിൽ കയറിയിട്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഗുരുദ്വാര കണ്ടുപിടിച്ചിട്ട് വരാം. വയ്യ ഇപ്പോൾ ഗുരുദ്വാര കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഉള്ളിലേക്ക് പോകണമാണാവോ. അതാണ് അടുത്ത ടാസ്ക്. നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ ഗുരുദ്വാര നോക്കി പോയിട്ട് പ്രിൻസ് പ്രിൻസ് അങ്ങനെ ആളെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. ആളെ ചേട്ടനുണ്ട്. നല്ലൊരു നമ്മളെ അടുത്ത പോലത്തെ ഒരു വീട് കിട്ടുക. അങ്ങനെ ആള് പറഞ്ഞു പോവാ ഇവിടുന്ന് ബോറടിക്കാൻ. ഒരു 8 കിലോമീറ്ററിന് മുകളിലുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാലേ ഫുള്ള് കൃഷിയെന്ന് പറഞ്ഞില്ലേ. നല്ല രസമുള്ള സ്ഥലം.
മൊത്തം കൃഷി എല്ലാവരും കൃഷി ചെയ്യാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിന്റെ ബാക്ക് ചെയ്ത് നോക്കി ये मांग का ट्री है. हाँ मैंगो ट्री. ये वाला नदी है. नदी है. नदी है. അങ്ങനെ हाँ ये वाला, ये नदी का दूसरा साइड है. इधर चलते हैं ना. हाँ ये 2 रूट है. हाँ नहर है. नहर मतलब नदी का छोटा हिस्सा जो पानी खेतों के लिए जाता है. केरला में बोला तोड़. हाँ तोड़. ये रोड थोड़ा खराब है. हाँ खराब है रोड. ये चेकिंग है, पुलिस है ना. ये चील हाँ तुम्हारा चैटन. हाँ पुलिस है. कोई प्रॉब्लम नहीं है. चैटन पुलिस है. ये एम्बुलेंस है. केरला में ये गाड़ी है पुलिस गाड़ी. अल्लाह कोरोला है. कोरोला हॉस्पिटल है. नॉट अ हॉस्पिटल. ये यहाँ पे क्या कहते हैं, पोस्टमार्टम हाउस है. हाँ मोर्चरी. ये क्या बोला? नहर. ये इधर ज्यादा है. ये वाला हाउस इधर से नहीं. हाँ सस्पेंस है. पुल. यो डेंजर है. मंकी बंदर भी मिल गए. हाँ बंदर. ये किधर जाना है? तुम्हारा फ्रेंड का गाँव है. हाँ ये कॉलोनी. हाँ अपने लोग इस टाइम सिटी में है. हाँ सिटी. हाँ सिटी रोड. थोड़ा अच्छा क्लाइमेट है. ആള് നമ്മുടെ ഫ്രണ്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ മറ്റേ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആളാണ്. ഇംഗ്ലീഷൊക്കെ പറയുന്നത്. ഒരു പെട്ടടയ്ക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. നാട്ടിലേക്ക് വരാം. ശരി അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അല്ല അതിന് മുന്നേ ഇത് എവിടേക്ക് എത്തണം നോക്കട്ടെ. ओ ये पार्क है. हाँ माय फ्रेंड तो वीडियो बंद करेगा. അങ്ങനെ ചെക്കന്മാര് കണ്ടില്ലേ, നമുക്ക് യു പിയിലുള്ള പിള്ളേരെ കിട്ടിയതാട്ടാ. അങ്ങനെ അവർ വന്നിട്ട് നമുക്ക് എഗ് റോളൊക്കെ വാങ്ങിച്ചു തരാം. നമ്മുടെ എഗ് റോള് കഴിക്കാറുണ്ടാ. ഇവിടുത്തെ ഒന്ന് സ്പെഷ്യലാന്ന് പറഞ്ഞ എഗ് റോള് എന്ന് പറഞ്ഞാൽ റൊട്ടിയുടെ മുകളിൽ എഗ് വെച്ചിട്ട് എന്തൊക്കെ പരിപാടിയാണ് കണ്ടില്ല. ഇതാണ് സാധനങ്ങൾ. പരിപാടി ഉണ്ട് കേട്ടോ. ചില്ലറ പരിപാടിയാണ് നല്ലത്. ഇതൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടാ. കഴിച്ചൊക്കെ അങ്ങനെ ഉണ്ടെന്നില്ല അവസാനം. ഒരു വെറൈറ്റി കേട്ടോ.
ഇന്നത്തെ കെടുത്താൻ കണ്ട അവരുടെ വീട്ടിലോട്ടാ കൊതുവലൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയാന്നുണ്ട്. പുറത്താണ്, ഉള്ളിൽ അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു പുറത്തേക്കാണ്. അങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ ഞാൻ ചെറിയ ഒറ്റയ്ക്കാൻ നോക്കുമ്പോൾ ആളുടെ അച്ചാച്ചനുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും പുറത്താണ് കിടക്കണേ. ഇത് ഞാൻ കിടക്കണേ തൊട്ടപ്പുറത്ത് തന്നെ ആളുടെ അച്ചാച്ചൻ കിടക്കുന്നതിന് അപ്പുറത്ത് നേരെ ആളുടെ അച്ഛൻ കിടക്കുന്നുണ്ട്. ഇവർ കൊതുവലായിട്ടിന് കമ്പിയൊന്നുമില്ല, 2 വടി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടും. അവിടെ നേരെ കാലിൻ്റെ അടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിക്കും, ഇത്രയുള്ളൂ. അങ്ങനെ കൊതുവലി ഫാനൊക്കെ കേട്ടിട്ടുണ്ട്. ആളുടെ കാർ പൊടിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കണം ഞാൻ. അച്ചാച്ച അപ്പുറത്തുണ്ട്, സെറ്റാണ്. എല്ലാവരും പുറത്താ, ചൂട് കൂടിയിട്ട് ഉള്ളിലൊന്നും കിടക്കാൻ പറ്റില്ല. ഫാമിലിയോട് ആളുടെ ചേട്ടനും ആളുടെ വൈഫും പിന്നെ അമ്മയും അവർ മാത്രമേ ഉള്ളിലിടണം, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. സെറ്റ്. അപ്പോൾ ശരി കേട്ടോ, ഗുഡ് നൈറ്റ്. ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. ഓക്കെ ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്.